നമസ്കാരം. തമിഴ് പഞ്ചാംഗത്തിൽ തൈമാസത്തിലെ മലയാളം പഞ്ചാംഗത്തിൽ മകരമാസത്തിൽ പൂയം നാളാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത്. ശിവപുത്രനും ദേവസേനാധിപതിയുമായ സുബ്രഹ്മണ്യന്റെ പിറന്നാളാണ് തൈപ്പൂയം എന്നാണ് വിശ്വാസം. എന്നാൽ സുബ്രഹ്മണ്യൻ താരകാസുരനെ യുദ്ധത്തിൽ വധിച്ച് വിജയം കൈവരിച്ച ദിവസമാണ് മകരമാസത്തിലെ പൂയം നാൾ എന്നും കരുതുന്നു. മകര സംക്രാന്തി ദിനമാണ് തൈമാസത്തിലെ ആദ്യ നാൾ. ഉത്തരായനത്തിന്റെ തുടക്കം ഇതാണ് തൈപ്പൊങ്കൽ. അതേ മാസത്തിൽ വരുന്ന മറ്റൊരു ആഘോഷമാണ് തൈപ്പൂയം. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഈ ദിവസം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. കേരളത്തിലെ എല്ലാ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യദേവൻ ഉപദേവതയായ ക്ഷേത്രങ്ങളിലും തൈപ്പൂയാഘോഷം നടക്കുന്നതാണ്. പഴനി, തിരുച്ചെന്തൂർ, ഹരിപ്പാട്, കിടങ്ങൂർ, വെണ്ടാർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നിരവധി ക്ഷേത്രങ്ങളിൽ തൈപ്പൂയം ആഘോഷിച്ച് വരുന്നതുമാണ്. ഇവിടെയെല്ലാം വൻതോതിൽ കാവടിയാട്ടവും തുടർച്ചയായി അഭിഷേകങ്ങളും അന്നേ ദിവസം ഉണ്ടാകാറുമുണ്ട്. ഏവരും ഭഗവാന്റെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. നാളെ നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി പരാമർശിക്കാനായി പോകുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ ആ സമയത്തെ കുറിച്ചാകുന്നു. തൈപ്പൂയം ചൊവ്വാഴ്ച ഫെബ്രുവരി 11, 2025 പൂയം നക്ഷത്രം ആരംഭിക്കുന്നത് ഫെബ്രുവരി 10 സന്ധ്യയ്ക്ക് 6:01 മുതലാണ്. അവസാനിക്കുന്നത് ഫെബ്രുവരി 11, 6:34 ചൊവ്വാഴ്ച കൂടി വരുന്നതിനാൽ ഇരട്ടി ഫലദായകമാണ് എന്ന കാര്യം പ്രത്യേകം ഏവരും ഓർക്കുക. ആദ്യം പരാമർശിക്കാനായി പോകുന്നത് തലേന്ന് ചെയ്യാൻ പാടില്ലാത്തതായ ചില കാര്യങ്ങളെ കുറിച്ചാകുന്നു. മത്സ്യം, മാംസം, ലഹരി എന്നിവ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. കഴിവതും ഒരിക്കൽ എടുക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിർബന്ധമില്ല എങ്കിൽ പോലും നിങ്ങൾ എടുക്കുവാൻ ശ്രമിക്കുക. 2 നേരം വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യമാണ്. ഭഗവാനെ ഈ സമയം നിങ്ങൾ മനസ്സുരുകി പ്രാർത്ഥിക്കുക. ഓം അജദ്ഭുവേ നമഃ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ നാമം ജപിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. തൈപ്പൂയ ദിവസം ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും ചെയ്യാൻ പാടില്ലാത്തതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. തൈപ്പൂയ ദിവസം അരിയാഹാരം പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കൽ അനുഷ്ഠിക്കാവുന്നതുമാണ്. സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് ശുദ്ധിയായി വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അതിരാവിലെ ഇപ്രകാരം ചെയ്യുക. ഓം അജദ്ഭുവേ നമഃ എന്ന ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ടതായ മന്ത്രം 108 നിങ്ങൾ ജപിക്കുക. ഈ മന്ത്രം കഴിയുന്നത്ര തവണ ഇന്നേ ദിവസം ജപിക്കുന്നതും സർവ ഐശ്വര്യപ്രദമാണ്. രാവിലെയും സന്ധ്യയ്ക്കും ഇപ്രകാരം നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ഏറ്റവും വിശേഷമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് നെയ്വിളക്കാണ്. നെയ്വിളക്ക് ഇന്നേ ദിവസം വീടുകളിൽ തെളിയിക്കുവാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം. മുരുകക്ഷേത്രത്തിൽ പാലഭിഷേകം ചെയ്യുവാൻ സാധിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാകുന്നു. മുരുകക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ പാലഭിഷേകം ചെയ്യുവാൻ ശ്രമിക്കുക. കുടുംബാംഗങ്ങൾ ഏവരും ഒരുമിച്ച് ദർശനം നടത്തുന്നതാണ് ഏറ്റവും വിശേഷപ്പെട്ടത്. പ്രത്യേകിച്ചും സന്താനങ്ങളെ കൂടെ കൂട്ടുക. ഇനി അഥവാ സാധിക്കുന്നില്ല എങ്കിൽ കുടുംബത്തിലെ ഒരു വ്യക്തിയെങ്കിലും ഇന്നേ ദിവസം മുരുകക്ഷേത്രത്തിൽ എത്തുന്നതും ഈ വഴിപാട് ചെയ്യുന്നതും ആ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ശത്രുദോഷങ്ങൾ, ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ആ ഫലങ്ങളെ പൂർണ്ണമായും തരണം ചെയ്യുവാനും അവരെ പ്രതിരോധിക്കുവാനും കർമ്മരംഗത്ത് ഉയർച്ച വന്ന് ഭവിക്കുവാനും സഹായകരമായി തീരും. ഒരു വ്യക്തിക്ക് അനുകൂലമായ ഒരു കാര്യമാണ് ഭാഗ്യം.
ഭാഗ്യം അനുകൂലമാവുകയാണ് എങ്കിൽ ആ വ്യക്തികൾക്ക് ഉയർച്ച വന്നു ചേരും. ഭാഗ്യം അനുകൂലമാകുവാൻ സഹായകരമായി തീരും. കൂടാതെ സ്നേഹം, സന്തോഷം, സൗഭാഗ്യം നിറയുവാൻ സാധിക്കും. അതിനാൽ നാളെ ഒരു വഴിപാട് പ്രത്യേകിച്ചും നിങ്ങൾ നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാധിക്കാത്തവരാണ് എങ്കിൽ അഥവാ ഈ വഴിപാട് നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തതായ സാഹചര്യമാണ് എങ്കിൽ തീർച്ചയായും നാളെ വിളക്ക് തെളിയിക്കുമ്പോൾ ഭഗവാന് പാൽ സമർപ്പിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും വിശേഷപ്പെട്ടതായ കാര്യമാകുന്നു. വീട്ടിൽ മുരുക വിഗ്രഹമുള്ളവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ നാളെ പാലഭിഷേകം നടത്തുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലം നിങ്ങൾക്ക് നൽകും. വേലുള്ളവരാണ് എങ്കിൽ വേലിൽ അഭിഷേകം നടത്താവുന്നതാണ്, പാലഭിഷേകം നടത്താവുന്നതാണ്. അടുത്ത ദിവസം നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതുമാണ്. തീർച്ചയായും ആ കാര്യത്തിനും പ്രാധാന്യം നൽകുക. തെറ്റുകൾ: വ്രതം എടുക്കുന്നവരാണ് എങ്കിൽ ചായ, കാപ്പി എന്നിവ കഴിക്കുവാൻ പാടുള്ളതല്ല. ആ കാര്യം പ്രത്യേകം ഓർക്കണം. കൂടാതെ ദേഷ്യം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. പല കാരണങ്ങളാൽ ദേഷ്യം വന്നു എന്ന് വരാം, എന്നാൽ അത് തീർച്ചയായും ഒഴിവാക്കണം. ആ സമയം ഭഗവാന്റെ ചിന്തകൾ, ഭഗവാന്റെ നാമങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. തീർച്ചയായും നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും. ആഹാരം നൽകുക എന്ന കാര്യമാണ് പ്രത്യേകിച്ചും നിങ്ങൾ ചെയ്യേണ്ടത്. ആര് തന്നെ വന്നാലും അവർക്ക് ആഹാരം നൽകണം. കൂടാതെ പക്ഷി മൃഗാദികൾക്കും തീർച്ചയായും ആഹാരം നൽകുന്നതും നാളെ ഫലങ്ങൾ ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. കൂടാതെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നാളെ വിളക്ക് തെളിയിക്കുമ്പോൾ പാൽ സമർപ്പിക്കുന്നതിനോടൊപ്പം ചുവന്ന പുഷ്പം കൂടി ഭഗവാന് സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭഗവാന് വിശേഷപ്പെട്ടതാണ് ചുവന്ന പുഷ്പങ്ങൾ. കൂടാതെ നാളെ ഒരിക്കലും കുളിക്കാതെ ഇരിക്കുവാൻ പാടുള്ളതല്ല. അതിരാവിലെ കുളിച്ച് വിളക്ക് തെളിയിക്കണം. കൂടാതെ നിറവയർ ആഹാരം കഴിക്കാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കണം. വിളക്ക് 2 നേരം വീടുകളിൽ തെളിയിക്കേണ്ടതും അനിവാര്യമാണ്. കുട്ടികളുടെ മനസ്സ് ഒരിക്കലും നിങ്ങൾ വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല. പല കാരണങ്ങൾ കൊണ്ടും കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നു ചേരാം. എന്നാൽ ഒരിക്കലും നിങ്ങൾ അവരുടെ മനസ്സ് വിഷമിപ്പിക്കുവാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കരുത്. കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ പോലും ഇന്നത്തെ ദിവസം അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിവതും തലേ ദിവസത്തെ ആഹാരം നിങ്ങൾ കഴിക്കുവാൻ പാടുള്ളതല്ല, പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലേക്ക് എപ്പോഴും സൽചിന്തകൾ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. സൽചിന്തകളോടെ ഭഗവാനെ ആരാധിക്കേണ്ടതായ ദിവസം കൂടിയാണ് ഇന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങൾ ചെയ്യുക. നാളെ കുടുംബാംഗങ്ങൾ ഒരുമിച്ചാണ് ദർശനം നടത്തുന്നത് എങ്കിൽ ഭഗവാന്റെ നടയിൽ നിന്നുകൊണ്ട് തന്നെ ഏവരുടെയും തലയ്ക്കുഴിഞ്ഞ് ഒരു നാണയം നിങ്ങൾ സമർപ്പിക്കുന്നത് ഭഗവാന്റെ ഭണ്ഡാരത്തിലോ അല്ലെങ്കിൽ നടയിൽ വച്ച് തൊഴുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാകുന്നു. എന്നാൽ കുടുംബത്തിലെ ഏവർക്കും ദർശനം നടത്തുവാൻ സാധിക്കണം എന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം അവരുടെ തലയ്ക്ക് 3 വട്ടം ഒഴിഞ്ഞതിന് ശേഷം ആ നാണയം അടുത്ത ദിവസം നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ വീടിനെ 3 വട്ടം ആ നാണയം കൊണ്ട് ഒഴിയുന്നതും ഏറ്റവും വിശേഷമാണ്. ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലും ആ വ്യക്തികളുടെ ജീവിതത്തിലും ഐശ്വര്യങ്ങൾ വന്നു ചേരും. തീർച്ചയായും ഈ കാര്യത്തിനും നാളെ പ്രാധാന്യം നൽകുക.